ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിതാ വാഗമണിൽ 2 days സ്റ്റേക്കേഷന് വന്നതാണ്. സൺസെറ്റ് പൂൾ വില്ല എന്ന് പറയുന്ന ഒരു വില്ലയാണ് നമ്മൾ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഒത്തിരി ടോപ്പിലാണ്. എത്രയോ അടി, ഐ തിങ്ക് 3000 സംതിങ് എത്രയോ അടി മുകളിലാണ് നമ്മുടെ ഈ വില്ല. സോ നമ്മുടെ കാറൊന്നും ഇതുവഴി വരത്തില്ല, ഫുൾ ഓഫ് റോഡാണ്. സോ ഈ വില്ലയിലുള്ള ആൾക്കാർ തന്നെ ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും, അവരുടെ ജീപ്പിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. എനിവേ, ഇതാണ് ഞങ്ങളുടെ വില്ല. കുട്ടികൾക്കൊക്കെ ഓടി നടന്ന് കളിക്കാൻ കേട്ടോ, അത്രയ്ക്കും വലിയ കോട്ടയാടാണ്. അവരല്ലെങ്കിൽ വന്നപ്പോഴേ ഭയങ്കര ഹാപ്പി ആയിട്ടോ, കാരണം പൂളുണ്ട്, ഇതുപോലെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. സോ അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൂടുതലും സേഫ് ആയിട്ടുള്ള സ്ഥലം മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ. ഈ വില്ലയ്ക്ക് ചുറ്റും ടീ എസ്റ്റേറ്റ് ആണ് കേട്ടോ, നല്ല ഫ്രഷ് എയറും നല്ല തണുപ്പും. അങ്ങനെ പുറത്തൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ചെന്ന് കയറുമ്പോഴേ ഇതുപോലൊരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് ഉള്ള കിച്ചൺ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. അതായത് ചാർക്കോളാണ്. ഞങ്ങൾ ഗ്രില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഒറ്റ ബെഡ്റൂം മാത്രമേ ഉള്ളൂ, ബാക്കി 2 സെക്കൻഡ് ഫ്ലോറിലാണ്. ഇതാണ് ബെഡ്റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. അഡീഷണൽ ബെഡ്സും ബെഡ്ഷീറ്റ്സും ഒക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അവർ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് വാഷ്റൂം, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇതിൽ നമുക്ക് അവർ ഷാംപൂ, സോപ്പ്, കോമ്പ്, ബ്രഷ്, പേസ്റ്റ്, ഹെയർ ക്യാപ്പ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിലും ഇൻക്ലൂഡഡ് ആണ്. ഇത് പുറത്ത്, അതായത് സിറ്റ് ഔട്ടാണിത്. സിറ്റ് ഔട്ടിലെ വ്യൂ ആണ്. ഇതുപോലെ ബെഞ്ചും ഡെസ്കും ഒക്കെ ആയിട്ട്. പിന്നെ ഇതുവഴി നമുക്ക് ബാക്കിലിറങ്ങാം. ഇതാണ് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലം. സിറ്റ് ഔട്ടൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ സിറ്റ് ഔട്ടാണ് കേട്ടോ. അതിൽ ഡൈനിങ് ഏരിയ പോലെ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു സോഫ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം. അതുപോലെ സ്റ്റെപ്പൊക്കെ കയറി സെക്കൻഡ് ഫ്ലോറിൽ നേരെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ഒരു ഹാള് പോലെ, ക്യാരംസ് ഉണ്ട്, അതുപോലെ കോർണർ സെറ്റി ഉണ്ട്. നേരെ അത് കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു റൂം. അങ്ങനെ മൊത്തം 2 റൂമുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ. റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. റൂമിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വാർഡ്രോബ് ആയാലും വാഷ്റൂം ആയാലും അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്നും അങ്ങോട്ട് പുറത്തോട്ടൊക്കെ നോക്കാൻ അടിപൊളി, കാരണം എല്ലാം ഗ്ലാസ്സാണ്. പിന്നെ ഇത് ഡൈനിങ് ടേബിള്. ഇതാണ് ഫസ്റ്റ് റൂം. എല്ലാ റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ്. അങ്ങനെ റൂമിന്ന് പുറത്തോട്ടുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതുപോലെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റും. അവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ്. നല്ല കോടയും ആ പൂളും എല്ലാം അടിപൊളിയാണ്. നല്ല വ്യൂ ആണ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ. നമ്മുടെ വിഷമങ്ങളും റെസ്പോൺസിബിലിറ്റീസും എല്ലാം മാറ്റി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. അങ്ങനെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ നോക്കുകയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അത്രയേ ഉള്ളൊരു ചെയർ, എങ്ങനെയെങ്കിലും അത് കയറി ഇരിക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. കയറി ഇരുന്ന് ആദ്യമൊക്കെ പാളിപ്പോയി നിരങ്ങി ഇങ്ങനെ താഴെ വന്നു. വീണ്ടും എങ്ങനെയായാലും വിട്ടു കൊടുത്തൂടല്ലോ, നമ്മൾ ഷോർട്ടാണെന്ന് കരുതി അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ? പിള്ളേരൊക്കെ കളിച്ച് മറിയുകയാണ് കേട്ടോ. പ്ലേ ഗ്രൗണ്ട് ഉള്ളത് ഭാഗ്യമായി. അങ്ങനെ സമയം പോകും പിള്ളേർക്ക്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഗ്രില്ലിങ് ഏരിയ. ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആംബിയൻസും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇതുപോലെ കുറേ മിക്സുകളും, അതായത് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും കൂടി ചേർന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോൾ, അത് വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിക്കുമ്പോൾ അത് വേറൊരു സുഖം അല്ലേ. ഇവിടെ ഒരാൾ ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിള്ളേർ നിരന്തരമായി ശല്യപ്പെടുത്തി ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ചോറൊക്കെ റെഡിയായി നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ചാർക്കോൾ കത്തിക്കാൻ ആദ്യം ഭയങ്കര പാടായിരുന്നു. അങ്ങനെ അവിടെ ഉള്ള ആ പയ്യന്മാർ എന്നെ വന്ന് കത്തിച്ച് എല്ലാം സെറ്റാക്കി തന്നു. പിന്നെ പല നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ മിക്സുകളെല്ലാം എടുത്ത് ഇതുപോലെ പല എല്ലാം കൂടെ ഒന്നിച്ചാണ് ചെയ്തത് കേട്ടോ. മിക്സാക്കി നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട്
സെറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനം മാത്രമാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എല്ലാം സെറ്റാക്കിയത് ഇവരെല്ലാം ചേർന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതില്ലാതെ എന്താ ആഘോഷമല്ലേ നമുക്കൊക്കെ. പിന്നെ നെക്സ്റ്റ് ഐറ്റം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഐറ്റം ടക്കാമുക്ക. ഏട്ടനാണ് എല്ലാവർക്കും വേണ്ടി ടക്കാമുക്ക സെർവ് ചെയ്യുന്നത്. എല്ലാവരും നോക്കിയിരിക്കുകയാണ്. പല പല ഫ്ലേവർ, ലെമൺ, മുസമ്പി, അങ്ങനെ പല പല ഫ്ലേവറിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. പിന്നെ ഇവളുടെ പ്രത്യേക ആഗ്രഹമായിരുന്നു ടക്കാമക്ക കുടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് പൂളിലൊക്കെ പോയി കുളിച്ച് സെറ്റായി. ഈ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയി കേട്ടോ ഇത്. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും വന്ന് പൂളിൽ ചാടി. മോനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മുങ്ങിയപ്പോൾ തൊട്ട് അവന് നല്ല പേടിയായി. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങില്ല. ഈ ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ സേഫായിരിക്കും. പിന്നെ പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോയി. ഇങ്ങനെ കടകളൊക്കെ വാങ്ങി നോക്കി പോയി. പൈൻ ഫോറസ്റ്റിൽ പോയി ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറേ റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ നേരെ എന്നിട്ട് അഡ്വഞ്ചർ പാർക്കിലോട്ട് പോയി കേട്ടോ. ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്കൈ സൈക്ലിങ്, ഫ്രീ ഫോള്, സ്കൈ റോളർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. 360 ഡിഗ്രി സൈക്കിള്, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇതുപോലെ കുറച്ച് ഒരു ബോണ്ടൊക്കെ സൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലൊക്കെ കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഗെയിംസൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട്, കുട്ടികളാണെങ്കിൽ നമ്മൾ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഇതിനൊക്കെ ഏജ് ലിമിറ്റ് ഇല്ലേ, അപ്പോൾ അവർക്കുള്ള പാർക്കും അവിടെ ഉണ്ട്. അപ്പം അവിടെ പോകാനായിട്ട് ആകെ ബഹളം. അങ്ങനെ പിന്നെ അവരെയും കൊണ്ട് കിഡ്സ് പാർക്കിലോട്ട് പോയി. അവർക്കും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കാര്യങ്ങളിവിടെ ഉണ്ട്. മോന് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യ. അവന് വീട്ടിൽ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ട്, അതിൽ കയറത്തില്ല. എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിൽ കയറണം. എല്ലാം എക്സ്പ്ലോർ ചെയ്ത ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഈ കാണുന്ന സിനിമ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.